ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. നെഗറ്റീവ് തിങ്കിങ്, പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ്. എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടെന്ന് എനിക്കറിയത്തില്ല. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിനൊക്കെ എന്ന് പറയുന്ന പുസ്തകം വളരെ ശക്തമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറയുന്ന കാര്യമാണ് ബി പോസിറ്റീവ്. പോസിറ്റീവ് ചിന്തിക്കൂ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ നേടൂ. എന്നാൽ ഇതിൻ്റെ മറ്റു വശം കൂടി വരച്ചു കാട്ടുന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ബുക്കാണ് ദ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് ബൈ ബോബ് നൈറ്റ്. നെഗറ്റീവ് തിങ്കിങ്ങിന് ശക്തിയുണ്ടോ? പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം രക്ഷപ്പെടുമോ? ഈ ധാരാളം ക്വസ്റ്റ്യൻസ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഈ പറയുന്ന പോസിറ്റീവായി എപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒപ്റ്റിമിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുക, നല്ലത് വരുമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാമാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്നത്. ബോബ് നൈറ്റ് ഒരു അതിശക്തനായ ഒരു വോളിബോൾ കോച്ചായിരുന്നു. അദ്ദേഹം തൻ്റെ ടീമിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ചില കാര്യങ്ങളാണ് പുസ്തകത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അൺലീഷിങ് സക്സസ് ത്രൂ കൺട്രോളിങ് നെഗറ്റീവ്സ് എന്നാണ് പറയുന്നത്. ഈ നെഗറ്റീവ് തിങ്കിങ്ങിന്റെ ശക്തി എന്താണെന്നുള്ളത് അമിതമായി പോസിറ്റീവ് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ മറികടക്കുവാനായി സഹായിക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നെഗറ്റിവിറ്റിക്കും പവറുണ്ട്, നെഗറ്റീവായി ചിന്തിക്കുന്നതിനും ഒരു പവറുണ്ട്. ഈ ബാസ്കറ്റ്ബോൾ കോച്ചായ അദ്ദേഹം തൻ്റെ ടീം മെമ്പേഴ്സിനെ പരിശീലിപ്പിക്കുമ്പോൾ വിജയത്തിലേക്ക് എത്തിക്കുവാനായി സഹായിക്കുന്ന ചില വിദ്യകളെല്ലാം ഉണ്ട്. അദ്ദേഹം പറയുന്നതിൻ്റെ ആശയം ഇങ്ങനെയാണ്: എക്സ്ട്രീമായ വേഴ്സ്റ്റായ ഒരു കാര്യം സംഭവിച്ചാൽ നാം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, നാം എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒരാൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ വെറുതെ പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യമുണ്ടോ? വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾ പോലെ ഉരുവിട്ടതുകൊണ്ട് കാര്യമുണ്ടോ? അഫേം ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? സെൽഫ് ടോക്ക് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു അപകടം വന്നാൽ എന്ത് ചെയ്യുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? എല്ലാം ശരിയാകും, എല്ലാം പോസിറ്റീവ് എന്ന് പറയുമ്പോഴും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ എന്ത് ചെയ്യും? അത് നാം പ്രിപ്പയർഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ തീരുമാനിക്കണ്ടേ? ഗെയിം നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഗെയിം തോറ്റാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയാമോ? അതിലും ഒരു എനർജി ഉണ്ട്, അതിലും ഒരു പ്രിപ്പയർനെസിന്റെ ധ്വനിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഉടനീളം പറയുന്നത് റെഡി ടു ഫേസ് ഫെയിലിയേഴ്സ്, റെഡി ടു ഫേസ് നെഗറ്റീവ്സ്. നെഗറ്റീവിനെ മറികടക്കുവാനല്ല പറയുന്നത്, പക്ഷെ നെഗറ്റീവിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം, ശക്തി, പ്രാപ്തി, ഫോർസൈറ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് എക്സ്ട്രീം നെഗറ്റിവിറ്റി? ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഏറ്റവും മോശമായി സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ആ പുസ്തകങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും മോശമായാൽ ഞാൻ എന്ത് ചെയ്യണം, ഏറ്റവും മോശമായി സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ആ സംഭവിച്ചാൽ ഞാൻ ചെയ്യുന്ന ഇതായിരിക്കും. അപ്പോൾ ഈ പോസിറ്റിവിറ്റിക്കും നെഗറ്റിവിറ്റിക്കും ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടതെന്നാണ് ഇതിനകത്ത് ബോബ് നൈറ്റ് പറയുന്നത്. പോസിറ്റീവായി ചിന്തിക്കുക, തീർച്ചയായും പോസിറ്റീവായി പറയുക, സെൽഫ് ടോക്ക് ചെയ്യുക, അഫേം ചെയ്യുക, എല്ലാ ദിവസവും ജേർണൽ എഴുതുക, പോസിറ്റീവ് മാത്രം സംസാരിക്കുക. പക്ഷേ ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചാൽ, ഒരു അപകടം സംഭവിച്ചാൽ എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്? ഒരു ബിസിനസ് തുടങ്ങി, ഓൺടർപ്രണേഴ്സ് എല്ലാവരും പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങി എന്ത് ചെയ്യും? സത്യത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ഓൺടർപ്രണർ ആയിട്ടുള്ള ആളുകളല്ല, ഞാനും ഓൺടർപ്രണർ ആയിട്ടുള്ള ആളാണ്. ഓൺടർപ്രണർ ആളുകൾ എല്ലാവരും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. അവർ ചിന്തിക്കുന്നവരാണ്, മാർക്കറ്റ് പ്രവർത്തിക്കുന്നവർ ചിന്തിച്ചുകൊണ്ട് അവർ ഒപ്റ്റിമിസ്റ്റിക് ആയി പ്രവർത്തിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് 90% ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അറിയുന്നില്ല, ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്നില്ല, ഒരു ക്രൈസിസ് വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു പരാജയം വന്നാൽ, അല്ലെങ്കിൽ എക്സ്ട്രീമിറ്റി വന്നാൽ, നെഗറ്റിവിറ്റി വന്നാൽ അതിനെ മറികടക്കുവാനുള്ള സ്കില്ല്, അതിനെ മറികടക്കുവാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ബോബ് നൈറ്റ് പറയുന്നത്, ബാലൻസ് ബിറ്റ്വീൻ നെഗറ്റിവിറ്റി ആൻഡ് പോസിറ്റിവിറ്റി. റിയലിസ്റ്റിക് എന്ന് തന്നെയാണ് പറയുന്നത്. ബി റിയലിസ്റ്റിക്. പലരും പറയും, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്, റിയലിസ്റ്റിക്, ബി നോർമൽ, ബി പ്രാക്ടിക്കൽ എന്നൊക്കെ പറയും. പക്ഷേ കുറേ എക്സ്ട്രാ ഓർഡിനറി ആളുകൾ അതൊന്നും ചിന്തിക്കുന്നില്ല. എന്ത് വന്നാലും സഹിക്കുന്ന, എന്ത് വന്നാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നവരാണ് വളരെ സക്സസ് ആയ ആളുകളൊക്കെ. പക്ഷേ ഈ ഒരു എലമെൻറ്റോട് കൺസിഡർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എസ്പെഷ്യലി സാധാരണക്കാര ആളുകൾ വെറുതെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് പുസ്തകങ്ങളുടെ പുറകെ, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന പോലെ
ലോ ഓഫ് അട്രാക്ഷൻ സോക്കോൾ ഗുരുക്കൾ പറയുന്ന പോലെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ നഷ്ടവും പരാജയവും എല്ലാം ഉണ്ടാകും. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് പരാജയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒഴിവാക്കാൻ കഴിയുന്ന പരാജയമാണെങ്കിൽ ഒഴിവാക്കാൻ പാടില്ലേ? വെറുതെ ഒരു മിത്തായ കാര്യങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്ത് വിജയിക്കാൻ പറ്റുമോ? ഈ എപ്പോഴും അത്ഭുതം തോന്നാണ് ടു ഗുഡ് ബി ട്രൂ. വെറുതെ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് എളുപ്പമാണ് വിജയിക്കാൻ. ലോകത്തെല്ലാവരും വിജയിക്കില്ലേ? രാവിലെ എഴുന്നേറ്റ് 10 പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ വിജയിക്കാമെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് വീണ്ടും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. റിയലിസ്റ്റിക് ആക്കുക. അപ്പോൾ ഈ റിയലിസ്റ്റിക് ആയി ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ നെഗറ്റിവിറ്റി വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു പിക്ചർ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. അത് വിഷ്വലൈസേഷനാണ്. പോസിറ്റിവിറ്റി വിഷ്വലൈസ് ചെയ്യുന്നത് നെഗറ്റിവിറ്റി വിഷ്വലൈസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് ക്രിട്ടിക്കൽ തിങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ട്, പ്രോബ്ലം സോൾവിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നെഗറ്റിവിറ്റി ചിന്തിക്കാൻ കഴിയുക, അതിനെ മറികടക്കുവാൻ സാധിക്കുക, സോൾവ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ശക്തമായ സ്കില്ലാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും അവിടെയുണ്ട്. അപ്പോൾ അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ SWOT അനാലിസിസ് എന്നെല്ലാം പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ചലഞ്ചസ്, ത്രെറ്റ്സ് എന്നെല്ലാം പറയും. അതെല്ലാം നാം കൺസിഡർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വെറുതെ ഒരു ബ്ലൈൻഡ് ഒപ്റ്റിമിസത്തിലേക്ക് പോകരുത്. റിയലിസ്റ്റിക് ആകേണ്ട ആവശ്യമാണ്. ബ്ലൈൻഡ് ഒപ്റ്റിമിസം എന്ന് പറയും കണ്ണടച്ചങ്ങ് പോവാണ്. കുഴി ചാടിയ വീണു, ചത്തു, മരിച്ചു വേണോ? കണ്ണ് തുറന്നു വേണമെങ്കിൽ പോകാം. അവിടെ കുഴിയുണ്ടോ നേരത്തെ മനസ്സിലാക്കിയാൽ ആ കുഴിയുടെ വഴി മാറിപ്പോകാം. അല്ല ആ പോണ വഴിക്ക് കുഴി ചാടില്ല, കുഴിയില്ല, നേരെ തന്നെ പോകുന്നു വിചാരിച്ചു പോയാൽ കുഴിയിൽ വീണാൽ ആരാണ് കുറ്റം പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കഥ പറയുന്നത് കേട്ടു. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. സന്യാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, എല്ലാം പോസ്റ്റ് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാളവണ്ടിക്കാരൻ വന്നു, ചോദിച്ചു കയറുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ കയറുന്നില്ല, ദൈവം വന്ന് രക്ഷിക്കും, മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല, പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വള്ളക്കാരൻ വന്നു. വെള്ളമൊക്കെ പൊങ്ങി അരയ്ക്ക് വെള്ളമായി, പോരുന്നില്ലേ? ഇല്ലില്ല, ഒന്നും സംഭവിക്കില്ല, ബി പോസിറ്റീവ്, സംഭവിക്കും. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെള്ളം തലയ്ക്ക് മുട്ടാറായി, മൂക്കിന്റെ അവിടെയായി. അപ്പോൾ ഹെലികോപ്റ്റർ വന്നു, രക്ഷപ്പെടൂ, നിങ്ങൾ മരിക്കും. ഇല്ല, ഒന്നും സംഭവിക്കില്ല, ബി പോസിറ്റീവ്, എല്ലാം സംഭവിക്കും. അവസാനം വെള്ളം വന്നു പൊങ്ങി, അദ്ദേഹത്തെ മുങ്ങി, അദ്ദേഹം ചത്തു, തീർന്നു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുക. അത് കഥയാണ് കേട്ടോ, അപ്പോൾ കഥയുടെ ഇതിൽ നിന്ന് കാണാവുള്ളൂ. അപ്പോൾ ദൈവത്തോട് ചോദിച്ചു, എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ നീ പറഞ്ഞ പോലെ പോസിറ്റീവായി ചിന്തിച്ചു, നിന്നെ വിശ്വസിച്ചിരുന്നു, നിന്റെ കരം നീ രക്ഷിക്കാത്ത എന്താണ്? അപ്പോൾ ദൈവം പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ 3 പ്രാവശ്യം വന്നിരുന്നു. ഒരു കാളവണ്ടിയിലേയും വന്നായിരുന്നു, ഒരു വള്ളക്കാരനെയും വന്നായിരുന്നു, ഹെലികോപ്റ്ററിനെയും വന്നായിരുന്നു, നീ പറഞ്ഞത് കേട്ടില്ലല്ലോ. അപ്പൊ അപകടം വരുമ്പോൾ ഒഴിവാക്കാതെ, അപകടത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന ജീവിതം ഒരു ട്രാജഡിയെ മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണെന്ന് പറയും. ഒരു റിയലിസ്റ്റിക് ലൈഫിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് നോക്കാനുള്ള ഒരു ഉൾക്കാഴ്ചയും സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അതില്ലാതെ പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നെഗറ്റിവിറ്റി വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ രണ്ടാമതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകണം. അത് നേരത്തെ നമ്മൾ തയ്യാറായിക്കൊള്ളണം. ഒരു സ്ഥാപനം തുടങ്ങി, അല്ലെങ്കിൽ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ഏറ്റുവെക്കാതെ അതിനും നാം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ട അവസ്ഥ കൂടിയുണ്ട്. ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള മനസ്ഥിതി ഉണ്ടാകണം. അത് പോസിറ്റിവിറ്റിയുമായി ചേർന്ന കാര്യമാണ്. ഒരിക്കലും ഈ പുസ്തകം നെഗറ്റീവായ പുസ്തകമല്ല, നെഗറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകമല്ല, നെഗറ്റിവിറ്റിക്ക് വളരെ ശക്തി ഉണ്ടെന്ന് പറയുന്ന പുസ്തകമല്ല. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റിവിറ്റി മാത്രം ചിന്തിക്കാതെ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകമാണ്. തീർച്ചയായും വായിക്കുക. ബുക്ക് എഴുതിയത് ബോബ് നൈറ്റ് ആണ്. ദ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ്, അൺലേഷിംഗ് ദ സക്സസ് ത്രൂ കൺട്രോളിംഗ് നെഗറ്റീവ്സ്. വായിക്കാം, വളരാം, ജീവിതത്തിൽ മാറ്റം വരട്ടെ, 10 ഇരട്ടി മാറ്റം എന്ന ലക്ഷ്യം സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.